കൃഷ്ണേ കൃഷ്ണേ കൃഷ്ണേ. എന്താ സുനിതേച്ചി? ദേ വേണ്ടപ്പെട്ട ആരോ വിളിക്കുന്നുണ്ട്. വേണ്ടപ്പെട്ടവരോ? വേണ്ടപ്പെട്ടവരാണെങ്കി സുനന്ദേച്ചിക്ക് അറിയാതിരിക്കോ? അറിയാവുന്നോണ്ടല്ലേ പറഞ്ഞേ, വളരെ വേണ്ടപ്പെട്ട ആളാ. സംസാരിക്ക്. സംസാരിച്ചോ. അതിനെന്താ ഇത്ര നാണിക്കാനായിട്ട്? ഏയ്, ആർക്ക് നാണം? അച്ഛനോട് പറയാൻ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുന്നതായിരിക്കും. അതെ അതെ, അത്രേ ഉണ്ടാവൂ. എടുത്തോ, ഞാൻ മാറി തന്നേക്കാം. സുനന്ദേച്ചി, നീ സംസാരിക്കും. ഹലോ കൃഷ്ണ. എന്തോ എന്തിട്ട് നവീൻ? അല്ല, പെട്ടെന്ന് പേര് വിളിച്ചപ്പോ താൻ എന്താന്ന് ചോദിച്ചില്ലേ? വളരെ വേണ്ടപ്പെട്ട ആളുകള് സംസാരിക്കുന്ന പോലെ തോന്നിപ്പോയി. എന്താ വിളിച്ചേ? അത് കൃഷ്ണ, അന്ന് ഫാം ഹൗസിനെ കുറിച്ച് ചില ഐഡിയകളൊക്കെ എന്നോട് പറഞ്ഞിരുന്നില്ലേ? ആ പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് എന്റെ ഐഡിയാസ് അല്ല, ഇതിനു മുൻപ് ആളുകൾ പറഞ്ഞതാണെന്ന്. ഓക്കെ, അതിൽ തർക്കമൊന്നുമില്ല. ആ ഐഡിയാസ് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാ. കൃഷ്ണയ്ക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? ആ, എന്താ? അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഫോണില് റെക്കോർഡ് ചെയ്തിട്ട് എനിക്കൊന്ന് അയച്ചു തരാൻ പറ്റുമോ? അത് പിന്നെ അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ. അല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ ചെയ്യാം. എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. സുഖമല്ലേ തനിക്ക്? സുഖാണ്. ആയിരിക്കും. തന്നെ പോലെ ഒരാള് എപ്പോഴും ഹാപ്പി ആയിരിക്കും. അതെന്താ അങ്ങനെ? അതങ്ങനെയാടോ. മനസ്സില് സന്തോഷമുള്ളവരുടെ സംസാരം കേട്ട് എനിക്കറിയാം. സാറിന് സന്തോഷാണോ അതോ എന്തെങ്കിലും വിഷമമുണ്ടോ? എന്റെ ശബ്ദം കേട്ടിട്ട് എന്ത് തോന്നുന്നു ഇനി വിളിക്കുമ്പോ താൻ പറയണം. ഓക്കെ കൃഷ്ണ? ഒരു കാര്യം പറഞ്ഞാൽ അത് ഓർത്ത് വെക്കുകയില്ല, എന്നിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇങ്ങ് പോന്നോളും. ഫാം ടൂറിസത്തെ കുറിച്ച് ഒരു ദിവസം സംസാരിച്ചപ്പോ ഞാനെന്തോ പറഞ്ഞു. ഇപ്പോഴിതാ വിളിക്കണു, അതങ്ങ് റെക്കോർഡ് ചെയ്ത് അയക്കാം. എന്തെങ്കിലും ആവട്ടെ എന്ന് ഞാനും കരുതി. അയച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനാ വിളിച്ചേന്ന്. കഞ്ഞി കുടിക്ക്. നിങ്ങൾ ആ ഓട്ടോക്കാരി പറയുന്നത് കേട്ടിട്ട് വാശി തീർക്കാൻ നിൽക്കാണോ? എനിക്കിതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. വേണ്ടെങ്കി വേണ്ട, കഴിക്കണ്ട. എന്റെ മമ്മിയോട് കണക്ക് തീർക്കുന്നത് പോരാഞ്ഞ് എന്നോട് കണക്ക് തീർക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? മമ്മിക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. മോളുടെ കാര്യത്തിലും വ്യത്യാസമൊന്നുമില്ലെന്ന് മനസ്സിലായി. നിങ്ങളെ ഞാനുണ്ടല്ലോ. നോക്ക്, ആളുകളുമായിട്ട് നീ എന്റെ മോളെ കൊല്ലാൻ വന്നതാ. അവൾക്ക് ഈശ്വര കടാക്ഷം ഉള്ളതുകൊണ്ട് അവള് രക്ഷപ്പെട്ടു. ഈശ്വര കോപം ഉള്ളതുകൊണ്ടാ നിനക്ക് ഈ കിടപ്പ് കിടക്കേണ്ടി വന്നത്. നീ എത്ര ബഹളം വെച്ചാലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. അനിയൻ സാർ കാര്യങ്ങളൊക്കെ അറിഞ്ഞ അധികം വൈകാതെ നവീനും അതറിയും. പിന്നെന്താ സംഭവിക്കാന്നറിയാലോ. കാല് ശരിയാവുന്നത് വരെ അടങ്ങി ഒതുങ്ങി ഇവിടെ കിടക്കുന്നതാ നല്ലത്. അത് കഴിഞ്ഞേ പോകാൻ പറ്റൂ. എന്താ മോളെ, കഴിച്ചില്ലേ? ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ പറ.
ഒരു 10 മിനിറ്റ് തന്നാൽ മതി. ഞാൻ പുറത്തു പോയി എന്തെങ്കിലും വാങ്ങിച്ചോണ്ടിരാം. സാറേ, ഈ ഇരിപ്പിൽ നിന്ന് എഴുന്നേക്കുന്നത് വരെ ഭക്ഷണ കാര്യത്തിലൊന്നും ഇടപെടണ്ട. എല്ലാം നോക്കാൻ ഞാനിവിടെയുണ്ട്. ഓ, അങ്ങനാണോ? എങ്കിൽ പിന്നെ ഞാൻ ഇടപെടുന്നില്ല. എന്റെ പൊന്നു മോളെ, പൊതുവെ അമ്മമാർക്കുള്ളൊരു പ്രശ്നമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വയ്യായിക വന്നാൽ അടുത്ത നടപടി കഞ്ഞിയ, അതിന്റെ കൂടെ ചമ്മന്തി. ആ, മോക്ക് പിന്നെ ഇത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മോള് എടുത്ത് കഴിച്ചോ. മോളെ ദാ. കഴിക്കുമോളെ. അത് ശരി, കാര്യം ഇപ്പോഴല്ലേ മനസ്സിലായേ?